2020 ഡിസംബർ മാസം നമ്മുടെ ഫാമിലേക്ക് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ബ്രസീലിയൻ റെഡ് ഗപ്പീസിനാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അന്ന് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ളൊരു വീഡിയോ ഇട്ടത്. ഇപ്പോൾ നമ്മളെ ഫാമിൽ അന്ന് കൊണ്ടുവന്ന സമയത്തിന് അതിൻ്റെ പിറ്റേ ദിവസം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മുടെ മൊയിനയും കൂത്താടിയൊക്കെ കൂട്ടിയുള്ള സംഭവം ഇവർക്ക് ഫീഡ് ചെയ്യുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ബൾക്കായിട്ടുള്ളൊരു ബൾക്കായിട്ടുള്ള കുറച്ച് ഗപ്പീസ് തന്നെ അന്ന് എടുത്തിട്ടുണ്ടായിട്ട് ഏകദേശം കറക്റ്റ് കൗണ്ട് അറിയില്ലെങ്കിലും ഒരു 20 മെയിലും ഒരു 40 ഫീമെയിൽ ആ റേഞ്ചൊക്കെ ഇതിനകത്ത് ഉണ്ടായിരുന്നു. അത്യാവശ്യം കാണാൻ ഭംഗിയുള്ള നല്ലൊരു വെറൈറ്റി തന്നെയായിരുന്നു. നമ്മൾ ഒരു ഹാഫ് മൂൺ ടൈപ്പിലൊക്കെ അതിൻ്റെ വാലൊക്കെ ഇങ്ങനെ വിരിഞ്ഞിറങ്ങിയിട്ട് നല്ല കാണാൻ ഭംഗിയുള്ളൊരു വെറൈറ്റി തന്നെയാണ്. പക്ഷേ നമ്മുടെ ഫാമിലെത്തിയ സമയത്ത് ഡിസംബർ മാസമായിരുന്നു. എത്തിയ സമയത്ത് കുറച്ചെണ്ണം നമ്മൾ സുഹൃത്തുക്കൾക്കൊക്കെ കൈമാറി കഴിഞ്ഞ ശേഷം പിന്നീട് പെട്ടെന്ന് തന്നെ അസുഖം പിടിച്ച് നമ്മൾ ഈ ഗപ്പികൾക്ക് അസുഖം പിടിച്ചതിന് ശേഷം ഗപ്പികളൊക്കെ ഡെഡ് ആവുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ബാക്കി അസുഖം പിടിച്ച ഗപ്പികളെ മൊത്തം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ആ ടാങ്കിലിടാതെ നമ്മളിവിടെ നമ്മുടെ ഫാമിൽ നിന്ന് തന്നെ കുറച്ചും കണ്ട് മാറിയിട്ട് കണ്ടില്ലേ, കുറച്ചും കണ്ട് വിട്ട് മാറിയിട്ട്, അതായത് അസുഖം വന്ന ഗപ്പിയെല്ലാം വെച്ചിട്ട് നമ്മളിവിടെ ഒഴിച്ചിട്ടൊരു ടാങ്ക് സെറ്റാക്കിയിട്ട് ഇതിനകത്ത് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഡിസംബർ കഴിഞ്ഞ് നമ്മളൊരു ജനുവരി ആ ടൈമിലായിരിക്കും, ജനുവരി ലാസ്റ്റിലെ ഫെബ്രുവരി സമയത്തൊക്കെ ആയിരിക്കും നമ്മളിതിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു പ്രതീക്ഷിക്കുന്നത്. കറക്റ്റ് ഓർമ്മയില്ല. ഇന്നിപ്പോൾ നമ്മളിപ്പോൾ മെയ് 4 തോന്നുന്നുണ്ട്, 4-5 കറക്റ്റ് ഡേറ്റ് ഐഡിയില്ല കേട്ടോ. അപ്പോൾ ഇതിനകത്ത് എന്താണ് നമ്മളിപ്പോൾ സിറ്റുവേഷൻ എന്നുള്ളത് നോക്കാൻ പോയിട്ട് ആ ഗപ്പികളെ, കാരണം അസുഖം അത്രയും വന്നിട്ട് കുറേ ഡെഡായി പോയപ്പോൾ ബാക്കി വന്നതിന് നമ്മൾ ഇനിയിപ്പോൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു ടാങ്ക് ഇങ്ങനെ സെപ്പറേറ്റ് മാറ്റിയിട്ട് ഇങ്ങോട്ട് മാറ്റിയതായിരുന്നു. അപ്പോൾ ഇതിനകത്ത് ഇടയ്ക്ക് നമ്മൾ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഫീഡ് ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനകത്ത് ഇന്ന് ഈ വെള്ളമൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഒന്ന് റീസെറ്റ് ചെയ്യണം. അപ്പോൾ ഇതിനകത്ത് എത്രത്തോളം മീനുകൾ കിട്ടുമെന്നും ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട് നോക്കാൻ പോകുന്നത്. അസുഖമൊക്കെ പൂർണ്ണമായിട്ട് മാറിയിട്ടുണ്ടാവും എന്നൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് അറിയിക്കുക. ഈ ടാങ്കിനകത്തുനിന്ന് ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്ത് പ്ലാന്റ്സ് കംപ്ലീറ്റ് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോഴാണ് നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടത് ഇവിടെ ഗപ്പി കുഞ്ഞുങ്ങൾ ഉണ്ടല്ലേ, ഗപ്പി കുഞ്ഞുങ്ങൾ ഇതിനകത്ത് നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ഗപ്പി കുഞ്ഞുങ്ങളെ മാറ്റി കഴിഞ്ഞ ശേഷം വലിയവരെ പിടിക്കാൻ നോക്കട്ടോ. അപ്പോൾ സംഭവം ഇതിനകത്ത് മീനുകൾ അസുഖം മാറിയിട്ട് സെറ്റായിട്ടുണ്ടെന്നുകൊണ്ട് അപ്പോൾ എത്രത്തോളം ഗപ്പി കുഞ്ഞുങ്ങളൊക്കെ നമുക്ക് കിട്ടുമെന്നുള്ളത് ജസ്റ്റ് നോക്കാം. അവിടെയൊക്കെ കോരുമ വരുന്നുണ്ട് കേട്ടോ, ഓരോരുത്തരായിട്ട് വരുന്നുണ്ട്. എത്ര കൗണ്ട് കിട്ടുമെന്നുള്ളത് നമുക്ക് ലാസ്റ്റ് ജസ്റ്റ് ഒന്ന് നോക്കാം. പിന്നെ അതുപോലെ തന്നെ ഈ വെള്ളത്തിൻ്റെ ക്വാളിറ്റി ഉണ്ടല്ലേ, ഭയങ്കരമായിട്ട് ഹാർഡായിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ അടി വൃത്തിയാക്കുന്ന സമയത്ത് അറിയാൻ പറ്റുള്ളൂ ബാക്കി എന്തൊക്കെയാണെന്നുള്ളത് കേട്ടോ. കുറച്ചൊക്കെ മീനിനെ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ വെള്ളം ഭയങ്കര ഡാർക്കായ കാരണം തന്നെ മീനിനെ കാണുന്നില്ല പെട്ടെന്ന്. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് കുറച്ച് കുറക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഇങ്ങനെ ഒരു പൈപ്പ് ഇട്ടിട്ട് നമ്മളിങ്ങനെ അടിത്തട്ടിൽ നിന്ന് ഇങ്ങനെ വെള്ളം മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ബ്ലോക്കായിട്ടാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അടിവശം ജസ്റ്റ് കുറേ ആയി ഇതിൻ്റെ അകത്തിട്ടോ ഇങ്ങനെ വെള്ളം നിർത്തിയിട്ട് ഇങ്ങനെ വെള്ളത്തിൻ്റെ അടിയിൽ കൈയിടുമ്പോൾ ചെറിയ പേടി എന്തെങ്കിലും വന്നു കൂടിയിട്ടുണ്ടാവുമെന്ന്. ഇത് കണ്ടില്ല, കച്ചറ വന്നിട്ട് ഇതിങ്ങനെ ഓപ്പണായി കിടക്കുന്ന ടാങ്കാണ്. നല്ല രീതിയിൽ ഒച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എന്തൊക്കെ ഇങ്ങനെ കളറൊക്കെ മാറിയ പോലെയൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ എനിക്കൊണ്ട് നാച്ചുറലായിട്ട് തന്നെ ഇതിൽ നിന്നൊക്കെ നല്ലൊരു മെഡിസിൻ വേണമെങ്കിൽ ഫോം ചെയ്തിട്ട് ഈ മീനുകളുടെ അസുഖം മാറിയിട്ടുണ്ടാവും ഈ കരട്ടോ. നമുക്കതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം ഈ അസുഖം വരുന്ന സമയത്ത് നമ്മൾ പല ട്രീറ്റ്മെൻറ്റുകൾ കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കുന്ന സമയത്ത് നമുക്ക് ഈ മീനൊന്നും രക്ഷപ്പെടുത്തിയെടുക്കാൻ പറ്റിയിരുന്നില്ല. അന്ന് അവസാനം നമ്മളെന്ത് ചെയ്ത് ഇവരെ നമുക്ക് കളയാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ച് പുറത്തൊരു ടാങ്ക് സെറ്റ് ചെയ്തിട്ട് അങ്ങോട്ട് മാറ്റിയതായിരുന്നു. അപ്പോൾ അതിനകത്താണ് ഇപ്പോൾ ഈ കാഴ്ചകൾ കാണുന്നത് കേട്ടോ. വേറെ എന്തോ ഒരു സംഭവമുണ്ട്, എന്തോ ഡെഡായതാണോ അതെന്തോ സംഭവം എന്നറിയില്ല. വേറെ എന്തോ ഇല വന്നിട്ട് വീണിട്ടാണ് ഈ ചുവപ്പ് കളർ കാണുന്നത് കേട്ടോ. എന്താ അറിയില്ല, അങ്ങനെ പല സംഭവങ്ങളും ഇതിനകത്ത് കാണുന്നുണ്ട്. അതിനകത്ത് എന്തൊക്കെയുണ്ട്, ഇത് വരുന്ന കൊടിയാനോ വാഴയില എന്തോ സംഭവമൊക്കെ ഉണ്ട് കേട്ടോ. ഒരിക്കൽ നമ്മൾ ഈ ഒരു ടാങ്കിനകത്ത് തുടക്കത്തിൽ ആദ്യം നമ്മൾ ഇൻഫസോറിയ സെറ്റാവാൻ വേണ്ടിയിട്ട് വൈക്കോലും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, വെച്ചിട്ട് ഇങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു. അത് പിന്നെ ഒരു വഴിക്ക് ആവാൻ പറ്റാത്തതുകൊണ്ട് പിന്നെ ആ ടാങ്കിലേക്കാണ് അന്ന് അസുഖം ബാധിച്ച ഈ മീനുകൾ നമ്മൾ മാറ്റിയിട്ടുണ്ടായിട്ടാ. അങ്ങനെ നമ്മൾ ടാങ്കിലെ വെള്ളം കുറച്ചിട്ടുണ്ട് കേട്ടോ. ആ സമയത്താണ് ഇവിടെ 2-3 ആൾക്കാരൊക്കെ താഴെ അടിത്തട്ടിൽ കിടക്കുന്നത് കാണുന്നുണ്ട്. കിട്ടുമോ നോക്കട്ടെ, എങ്ങനെയായാലും നമുക്ക് പിടിക്കണം. ക്യാമറയിൽ പിടിക്കുന്ന സമയത്ത് തന്നെ കാണിക്കാൻ പറ്റുമോ നോക്കട്ടെ. അൽഹംദുലില്ലാ, അങ്ങനെ നമുക്ക് ഇത്രത്തോളം മീനുകളെ ഈ ഒരു ടാങ്കിൽ നിന്ന് രക്ഷപ്പെടുത്തിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഈ അസുഖം ബാധിച്ചിട്ട് അന്ന് നമ്മൾ മാറ്റിയ ആ ഒരു ജനറേഷനിൽ പെട്ടതായിരിക്കും ഈ ഒരു 3 വലിയ ഫീമെയിൽ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതിൽ നിന്ന് അതിന് ശേഷം ബ്രീഡായിട്ടുള്ളവരായിരിക്കും ഈ വലിയത് ആയിട്ടുള്ള പിന്നീട് കാണുന്നത് കേട്ടോ. കുറച്ചെണ്ണം കാണുന്നത്, അതിൽ മെയിലൊക്കെ കാണുന്നുണ്ട്. പിന്നെ ഒരു ചെറിയ ഇപ്പോൾ അടുത്ത് അധികം വൈകാതെ തന്നെ ബ്രീഡായിട്ട് കിട്ടിയിട്ടുള്ള കുറച്ച് കുഞ്ഞുങ്ങളെയും കാണുന്നുണ്ട്. അങ്ങനെ 3 ജനറേഷനിൽപ്പെട്ട മീനുകൾ ഇപ്പോൾ ഇതിനകത്ത് കിടക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്.
ഇനി നമ്മളെങ്ങനെയായാലും ഇവരെ തിരിച്ച് ഈ ടാങ്കിലേക്ക് തന്നെ ഇറക്കി വിടാൻ പോവാണ്. അതിന് മുമ്പായിട്ട് നമുക്ക് ഈ ടാങ്കിൽ വെള്ളം റീഫിൽ ചെയ്യണം. ഇപ്പോൾ ഓൾറെഡി ഈ ടാങ്കിൽ നിറച്ച് വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ നിന്ന് അടിത്തട്ടുന്ന വേസ്റ്റ് അടക്കമാണ് നമ്മൾ വലിച്ചു കളഞ്ഞത്. ഇപ്പോൾ ഇതിൽ ആ ഒരു വെള്ളം കണ്ടില്ല, ഒരു ബ്രൗണിഷ് കളറാണ്. ഇവർ ഈ വെള്ളവുമായിട്ട് നല്ല പൊരുത്തപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ ഇനി നമ്മളിപ്പോൾ പുതിയ വെള്ളം ഇതിൽ ജസ്റ്റ് ടോപ്പ് അപ്പ് ചെയ്ത് കൊടുക്കാൻ മാത്രമേ ഉള്ളൂ. ഇത് മൊത്തം വറ്റിച്ചിട്ട് നമ്മൾ പുതിയ വെള്ളം നിറക്കുന്നില്ല. കാരണം ഇവർക്ക് ജീവിക്കാൻ അനുയോജ്യമായിട്ടുള്ള വെള്ളമാണ് ഇതെന്ന് മനസ്സിലാക്കാൻ പറ്റും. കാരണം ഇത്രയും ആക്റ്റീവായിട്ടുള്ള മീനുകൾ തന്നെ നമുക്ക് ഇതിൽ നിന്ന് അതും ബ്രീഡായിട്ട് കുഞ്ഞുങ്ങൾ വരെ ഇതിനകത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ അവരിനി നമ്മൾ ഓവർ സ്ട്രെസ് കൊടുത്തിട്ട് ബുദ്ധിമുട്ടിക്കുന്നില്ല. നമുക്ക് എങ്ങനെയാലും ഇതിൽ വെള്ളം നിർത്തിയിട്ട് ഇവരതിലേക്ക് തന്നെ മാറ്റണം. അതിന് മുമ്പായിട്ട് ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യുക, ഇവരൊന്ന് അക്വറിയത്തിലോ ഗ്ലാസ്സിൽ എന്തെങ്കിലും ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് നോക്കട്ടെ. മാഷാ അല്ലാ, കാണുമ്പോൾ തന്നെ എന്തൊരു ഭംഗിയല്ലേ. ഈ ഒരു ഫീമെയിലിനെ, ഈ ഒരു 3 ഫീമെയിലുണ്ടല്ല, ഇതായിരിക്കും തുടക്കത്തിൽ നമ്മൾ ഇതിലേക്ക് മാറ്റിയിട്ടുണ്ടാവും കേട്ടോ. ഇതിനൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് അസുഖം വന്നായിട്ട് നമുക്ക് ഫീൽ ചെയ്യണ പോലുമില്ല. കാരണം അത്ര രീതിയിൽ നല്ല രീതിയിൽ ആക്റ്റീവായിട്ട് നടക്കുന്നുണ്ട്. അത് മാത്രമല്ല, കാണുമ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു വാലിലുള്ള ആ ഒരു എന്താ പറയുക, കാണാനുള്ള ആ ഒരു ഭംഗി, അതിൻ്റെ ബോഡിയിലുള്ള മൊത്തം, അല്ലെങ്കിൽ ആ ഒരു ഗപ്പിനെ കാണാനുള്ള ഏറ്റവും ഭംഗി വരുന്നത് അതിൻ്റെ ആ ബാക്ക് എൻഡിലേക്ക് വരുന്ന ഭാഗത്താണ്. നല്ല വിഷറി പോലെ വിരിഞ്ഞിരിക്കണം വാലിനിട്ടാ. ചില മെയിൽസ് ഇതിനകത്ത് നടക്കുന്നുണ്ട്. അത് ഇതിനകത്ത് നിന്ന് ഇറങ്ങിയ കുഞ്ഞുങ്ങളാണെന്ന് തോന്നുന്നു. അല്ലാതെ പഴയ ഇതിൻ്റെ കൂടെയുള്ള ജനറേഷനിലുള്ള മെയിൽസിനൊന്നും ഇതിൽ കാണുന്നില്ല കേട്ടോ. അപ്പോൾ അന്നത്തേൽ 3 എണ്ണം മാത്രമേ ശേഷിച്ച് നമുക്ക് കിട്ടിയത്. പിന്നെ അങ്ങനെ ഓരോ ബാച്ച് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ ഇനിയിപ്പോൾ ഇതിലുള്ള മെയിൽസ് ഉണ്ട്, അടുത്ത ജനറേഷനിൽ ഇറങ്ങിയ മെയിൽസ് കുഴപ്പമില്ലാതെ അതിൻ്റെ വാലൊക്കെ ഇങ്ങനെ സൈസായി വരുന്നുണ്ട്, അതും സൈസായി വരുന്നുണ്ട്. അപ്പോൾ ഇനി വരും ദിവസങ്ങളിലൊക്കെ നമുക്ക് ഇതിൽ നിന്ന് നല്ല കുഞ്ഞുങ്ങളെ കിട്ടുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു കേട്ടോ. ഗപ്പികൾക്ക് അസുഖം വരുന്ന സമയത്ത് ചില സമയത്തൊക്കെ നമ്മൾ പല ട്രീറ്റ്മെൻറ്റ് ചെയ്ത് നോക്കുന്നുണ്ടെങ്കിലും പലതും സക്സസ് ആയി കിട്ടാറില്ല. അസുഖം വരാതെ നോക്കുന്നതാണ് ഈ ഒരു മേഖലയിലുള്ള ഏറ്റവും ഉചിതമായിട്ടുള്ള കാര്യം കേട്ടോ. വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ട് തന്നെയാണ്. പക്ഷേ ഈ ഒരു കാര്യത്തിൽ പറയുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇതിനകത്തേക്ക് ഉണങ്ങിയ ഇലകൾ വീണുകൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തുകൊണ്ടോ എന്നറിയില്ല, ഇതിൻ്റെ അസുഖങ്ങളൊക്കെ ശരിക്കും ഭേദമായിട്ടുണ്ട്. അത് മാത്രമല്ല, പിന്നീട് കുഞ്ഞുങ്ങൾ ഇറങ്ങുന്നൊരു സാഹചര്യം ഉണ്ടായിട്ട്. അപ്പോൾ ശരിക്കും ഇങ്ങനെയുള്ള ചില മാറ്റങ്ങൾ നമുക്ക് ഇനി അസുഖം ഇനി ആർക്കും മീൻ വളർത്തുന്നവർക്കൊന്നും മീനുകൾക്ക് അസുഖം വരാതിരിക്കട്ടെ. ഇൻ കേസ് മീനുകൾക്ക് അസുഖം വരികയാണെങ്കിൽ ഇങ്ങനൊരു എക്സ്പെരിമെൻ്റ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് കുറച്ച് ഉണങ്ങിയ ഇലകളൊക്കെ ഇട്ട് കൊടുത്തൊരു ടാങ്ക് സെറ്റാക്കിയിട്ട് അതിനകത്തേക്ക് മീനിനെ മാറ്റി കഴിഞ്ഞാൽ ഈ അസുഖങ്ങൾ മാറി കിട്ടുമെന്നുള്ള അറിയില്ല കേട്ടോ. നമുക്കിപ്പോൾ ഇവിടുന്ന് നമുക്കൊരു എക്സ്പീരിയൻസ് നിന്ന് കിട്ടിയിട്ടുള്ളൊരു അനുഭവമാണിത്. അല്ല അതിൻ്റെ അപ്പുറത്തേക്ക് എന്തെങ്കിലും ഇതിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള അറിയില്ല. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് മൈ ഫാമിങ്ങിലെ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. വീഡിയോ കണ്ടിട്ട് ആരും അനുകരിക്കരുത്. ഓരോരുത്തരും ഐഡിയക്കായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഇൻഷാ അല്ലാഹ് നല്ല വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. ബൈ.